ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഞാൻ വീണ്ടും ഒരു ബ്രേക്ക്ഫാസ്റ്റിനും അതേപോലെ ലഞ്ചിനും പറ്റിയ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ മത്തൻ്റെലാണ് കേട്ടോ. മത്തനത് വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു ഉപ്പുമാവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പണ്ട് കാലത്ത് അംഗൻവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ഉപ്പുമാവ് ഉണ്ടല്ലോ, ഒരു ഗോതമ്പിൻ്റെ അതേ ഒരു ടേസ്റ്റ് വന്നിട്ട് ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല ഒരു കപ്പ് ഓട്സ്, അതേപോലെ മത്തൻ്റെ ഇല, 2 മത്തൻ്റെ ഇല ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ അതേപോലെ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി വേണം കേട്ടോ. പിന്നെ ഓട്സ് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. വറുത്തെടുത്തതിന് ശേഷം അത് മാറ്റി വെക്കുക. പിന്നെ വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കടുക് ഇടുക. കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പില ഇടുക. കറിവേപ്പില ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം അത് മൂടി വെച്ചിട്ട് വേവിക്കുക കേട്ടോ. ഒന്ന് ഏകദേശം ഒന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഓട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം എന്ന് പറഞ്ഞാൽ 1.5 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ 1.5 കപ്പ് വെള്ളം നമ്മളിതിലേക്ക് ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. നമുക്ക് അതിലേക്ക് ബട്ടറിന്റെ ചെറിയ പീസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അമൂലിന്റെ ബട്ടറാണ്, നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ഒരു ടേസ്റ്റ് പ്രത്യേകത ഉണ്ടല്ലോ, അപ്പൊ അതിനും വേണ്ടിയിട്ടാണ് കേട്ടോ ബട്ടർ ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമ്മൾ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അത് എന്താ പറയാ, ആ വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ ഒന്ന് വേവിക്കാം. പിന്നെ അതിനുശേഷം തുറന്ന് നോക്കിയതിന് ശേഷം അത് എന്താ പറയാ, ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഉപ്പുമാവിന്റെ ഒരു രീതിയിലാക്കി എടുക്കുക കേട്ടോ. പിന്നെ മല്ലിയില ഒഴിച്ചുവിടാൻ പറ്റാത്ത കേട്ടോ. മല്ലിയുടെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് അതിലേക്ക്. അപ്പൊ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ മത്തൻ്റെ ഇല കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാതൊക്കെണ്ട. മുരിങ്ങയിലയും അതേപോലെ ചീരൻ്റെ ഇലയും ഒക്കെ പറ്റും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഒക്കെ കൊണ്ടുണ്ടാക്കിയാൽ കേട്ടോ. പിന്നെ ഞാൻ പരീക്ഷിച്ച എൻ്റെ സ്വന്തം റെസിപ്പിയാണ്. അപ്പൊ നല്ല പോലെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ഡയറ്റിലായതുകൊണ്ട് തന്നെ ലഞ്ചിനും അതേപോലെ ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ തന്നെയാണ് കേട്ടോ കഴിച്ചത്. ലഞ്ചിന് പിന്നെ കുറച്ചും കൂടെ ഉണ്ട് ഹെവി ആക്കി കേട്ടോ. അതായത് ഒരു മുട്ടയും പപ്പടവും ബീഫും ഒക്കെ കൂടെ കൂട്ടിയിട്ടുണ്ട് കഴിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ.